എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ASM എക്സാമിന്റെ ഡേറ്റ് വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇനി ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ റാങ്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു നല്ല മാർഗമാണ് PSCയുടെ ഹോട്ട് ടോപ്പിക്സ് തെരഞ്ഞുപിടിച്ച് പഠിക്കുക എന്നത്. ആ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർക്ക് സ്കോറിംഗ് ഏരിയാസ് കണ്ടുപിടിച്ച് അതിന്റെ ക്ലാസ്സും ഒപ്പം അതിൽ വന്നിട്ടുള്ള മുൻകാല ചോദ്യങ്ങളുമായിട്ടാണ് നമ്മുടെ ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഭൗതിക ശാസ്ത്രത്തിലെ അല്ലെങ്കിൽ ഫിസിക്സിലെ പ്രവൃത്തി എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ നമുക്ക് സമയം ഒട്ടും തന്നെ കളയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കറിയാം, ഏതൊരു പ്രവർത്തനം നടക്കണമെങ്കിലും വസ്തുവിൽ ബലം പ്രയോഗിക്കണം. അതായത് ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ ആ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ തള്ളി നീക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് എങ്കിൽ അവിടെ ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ ആ വസ്തുവിലേക്ക് ഒരു ബലം നമ്മൾ കൊടുക്കണമല്ലോ. അങ്ങനെ ബലം കൊടുത്തത് കൊണ്ട് മാത്രം പ്രവൃത്തി നടക്കുന്നില്ല. നമ്മൾ കൊടുത്ത ബലത്തിന്റെ അതേ ദിശയിൽ ആ വസ്തുവിന് സ്ഥാനാന്തരം കൂടി സംഭവിക്കണം. അതായത് അതിന്റെ കറന്റ് പൊസിഷനിൽ നിന്നും ആ പൊസിഷൻ ഒരു മാറ്റം സംഭവിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ആ ചെയ്ത പ്രവൃത്തിക്ക് അവിടെ ഒരു വാല്യൂ വരുത്തുള്ളൂ. അതായത് നോക്കുക, ഇതൊരു മേശയാണെന്ന് വിചാരിക്കുക. ഈ മേശയിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വസ്തു വെച്ചേക്കാണ്. എന്നിട്ട് ഞാൻ ഈ വസ്തുവിനെ ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളുക. ഇങ്ങനെ തള്ളുമ്പോൾ ഈ തള്ളുക എന്ന് പറയുമ്പോൾ ഒരു ബലം നമ്മൾ ഈ ഡയറക്ഷനിൽ കൊടുത്തു. ഇങ്ങനെ ബലം കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വസ്തു ഇവിടെ നിന്നും അതിന്റെ പൊസിഷൻ മാറി ഇവിടെ വന്ന് ചേരുമല്ലോ. അപ്പൊ അതായത് ഇപ്പൊ എന്ത് സംഭവിച്ചു? ബലം പ്രയോഗിച്ചപ്പോൾ ഈ വസ്തുവിന്റെ സ്ഥാനം ഇവിടെ മാറി. ആ ബലത്തിന്റെ അതേ ഡയറക്ഷനിൽ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ തന്നെയാണ് ആ വസ്തുവിന് സ്ഥാനാന്തരവും സംഭവിച്ചത്. അപ്പൊ അങ്ങനെ ബലം പ്രയോഗിച്ച് വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായാൽ, ബലത്തിന്റെ അതേ ദിശയിൽ തന്നെ സ്ഥാനാന്തരം ഉണ്ടായാൽ നമുക്ക് എന്ത് പറയാം? അവിടെ നമ്മളൊരു പ്രവൃത്തി ചെയ്തു. അതായത് ഞാനൊരു വസ്തുവിനെ തള്ളി നീക്കി എന്നൊരു പ്രവൃത്തി അവിടെ ചെയ്തു എന്ന് നമുക്ക് പറയാം. അത് തന്നെയാണ് പ്രവൃത്തിയുടെ ഡെഫിനിഷനിലും പറയുന്നത്. വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ, ഈ പോയിന്റ് ശ്രദ്ധിക്കുക, ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കുകയുള്ളൂ. അപ്പോ നമ്മളൊരു ബലം പ്രയോഗിക്കുന്നു. ആ ബലം പ്രയോഗിക്കുമ്പോൾ ബലത്തിന്റെ ദിശയിൽ തന്നെ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമാണ് പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കുകയുള്ളൂ. അപ്പോ ഇത് ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇതിന് രണ്ട് കാര്യം മനസ്സിലായി. പ്രവൃത്തി നടക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ, രണ്ട് പോയിന്റ്സ് അവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. ഏതൊക്കെയാണ്? ബലവും സ്ഥാനാന്തരവും. ബലം മാത്രം കൊടുത്തത് കൊണ്ട് ഒരാൾ പ്രവൃത്തി ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഒരു തൂണ്, ഇതൊരു തൂണാണ്. ഈ തൂൺ ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളി കഴിഞ്ഞാൽ ആ തൂണിന്റെ പൊസിഷൻ മാറ്റം വന്നോ? അങ്ങനെ പറയുമ്പോൾ അയാൾ പ്രവൃത്തി ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ആ തൂണിന്റെ പൊസിഷൻ അവിടെ നിന്ന് മാറാത്തിടത്തോളം കാലം അയാൾ പ്രവൃത്തി ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് അപ്പൊ ബലവും സ്ഥാനാന്തരവും ചേർന്നാണ് പ്രവൃത്തിയെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പ്രവൃത്തിയുടെ ഇക്വേഷൻ ഫോം ചെയ്യാൻ നേരത്തും വേണ്ടത്. അപ്പോൾ പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഇസ് ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം, അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ബലം എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, പ്രവൃത്തി വർക്ക്. അപ്പൊ വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ പ്രവൃത്തി ഇസ് ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം. ഈ ഇക്വേഷൻ നന്നായിട്ട് ഓർത്തിരിക്കുക. വർക്കിന്റെ ഇക്വേഷൻ ആണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രവൃത്തിയുടെ ഇക്വേഷൻ. ഇനി ഇതിന്റെ യൂണിറ്റ് നമുക്കൊന്ന് നോക്കാം. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ, ഈ യൂണിറ്റ് ആണ് മിക്കവാറും പരീക്ഷകളിൽ ചോദിക്കാറുള്ളത്. അപ്പൊ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ ആയിരിക്കും. ഈ ന്യൂട്ടൺ മീറ്റർ കിട്ടിയത് എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പറഞ്ഞു പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണല്ലോ. അതുപോലെ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അപ്പൊ ഇത് തമ്മിൽ ഗുണിക്കുന്നതാണ് പ്രവൃത്തി. അപ്പൊ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. അങ്ങനെയാണ് നമ്മൾ ന്യൂട്ടൺ മീറ്റർ എന്നൊരു യൂണിറ്റിലേക്ക് എത്തുന്നത്. ന്യൂട്ടൺ മീറ്ററിനെ തന്നെയാണ് ജൂൾ എന്നും പറയുന്നത്. അപ്പൊ പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് പലതവണ ചോദിച്ചിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ഇനി പ്രവൃത്തിയുടെ CGS യൂണിറ്റ്, പ്രവൃത്തിയുടെ CGS യൂണിറ്റ് എർഗ് ആണ്.
പ്രവൃത്തിയുടെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് ചോദിച്ചാലും പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് ചോദിച്ചാലും അത് ജൂൾ ആണ്. CGS യൂണിറ്റ് എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ അത് എർഗ് ആയിരിക്കും. ഇനി പ്രവൃത്തി ഒരു അതിശ അളവാണ്. പ്രവൃത്തി ഒരു അതിശ അളവാണ്. പ്രവൃത്തി നമ്മൾ അതിശ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അളവിനെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് ദിശയെ കുറിച്ച് പറയേണ്ട അല്ലെങ്കിൽ ഡയറക്ഷൻ പറയേണ്ട കാര്യമില്ല. മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ മതി. അതിന്റെ അളവ് മാത്രം, അത് എത്ര വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. അതിന്റെ ഡയറക്ഷൻ നമുക്ക് മെൻഷൻ ചെയ്യേണ്ടാത്തത് കൊണ്ട് പ്രവൃത്തി ഒരു അതിശ അളവാണ്. ഇനി ഒരു വസ്തുവിൽ F ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിന്റെ ദിശയിൽ S മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി W = F × S ആയിരിക്കും. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞൊരു ഇക്വേഷൻ ഫോമിലേക്ക് എഴുതിയെന്ന് മാത്രം. അപ്പൊ ഒരു വസ്തു, ആ വസ്തുവിലെ പ്രയോഗിച്ച ബലം എന്ന് പറയുന്നത് F ന്യൂട്ടൺ ബലമാണ്. F ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ ബലത്തിന്റെ ദിശയിൽ S മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ബലം ചെയ്ത പ്രവൃത്തി എത്രയായിരിക്കും? പ്രവൃത്തിയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് F ന്യൂട്ടൺ ആണ്, സ്ഥാനാന്തരം എന്ന് പറയുന്നത് S ആണ്. അപ്പോൾ ഇക്വേഷൻ വർക്ക് W = Fs, F × S ആയിരിക്കും പ്രവൃത്തിയുടെ ഇക്വേഷൻ. അതായത് F എന്ന് പറയുന്നത് ഫോഴ്സ് അല്ലെങ്കിൽ ബലം, S എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. അപ്പൊ നമ്മൾ ഈ ഒരു പേജിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്വിക്കായിട്ട് നമുക്കൊന്ന് നോക്കാം. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ പ്രവൃത്തിയുടെ ഇക്വേഷൻ, പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? കൂടെ പറയൂ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ. പ്രവൃത്തിയുടെ CGS യൂണിറ്റ് ആണ് എർഗ്. പ്രവൃത്തി ഒരു അതിശ അളവാണ്. സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രവൃത്തി എന്താണ്? ഒരു അതിശ അളവാണ്. ഇനി F ന്യൂട്ടൺ ബലം വസ്തുവിൽ അപ്ലൈ ചെയ്തപ്പോൾ അതിന് S മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായി എങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി W = Fs ആയിരിക്കും. ഈ സ്ലൈഡ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് കടക്കാം. ചോദ്യമാണ്, SCERTയിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത്. ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ 2 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. നമുക്കറിയാം പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്താണ്? W = F × S ആണ് ഇക്വേഷൻ, അല്ലെ? F എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ബലം, S എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനാന്തരം. നോക്കാം, വസ്തുവിൽ 10 ന്യൂട്ടൺ ബലമാണ്. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ്? 10 ന്യൂട്ടൺ. Fന്റെ വാല്യൂ F = 10 ന്യൂട്ടൺ. ഇനി പ്രയോഗിച്ചപ്പോൾ 2 മീറ്റർ സ്ഥാനാന്തരം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എത്രയാണ്? 2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് എന്ന് പറഞ്ഞാൽ W = എന്താണ്? Fs. F × S ആണ് W. അപ്പൊ Fന്റെ വാല്യൂ 10 ആണ്, ഡിസ്പ്ലേസ്മെന്റ് 2 ആണ്. അപ്പൊ 10 × 2 20 ജൂൾ ആയിരിക്കും നമ്മുടെ പ്രബലം ചെയ്ത പ്രവൃത്തി. മനസ്സിലായല്ലോ? W = Fs എന്നൊരു ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്ത് പ്രവൃത്തിയുടെ അളവ് കാണുന്നു. ഇത് SCERTയിലുള്ള ജസ്റ്റ് ഒരു കട്ടിംഗ് ആണ്, ഞാനൊന്ന് എടുത്തിട്ടു എന്ന് മാത്രം. ഈ ജൂൾ എന്ന് നമ്മൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണെന്ന് പറഞ്ഞു. അത് ആ ജൂൾ എന്ന പേര് എങ്ങനെയാണ്, ആ യൂണിറ്റ് അതിന് വന്ന എങ്ങനെയാന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം. യാന്ത്രികോർജം, വൈദ്യുതോർജം, താപോർജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ആര്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ആ പേരിൽ നിന്നുമാണ്, ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന പേരിൽ നിന്നാണ് പ്രവൃത്തിക്ക് ജൂൾ എന്ന യൂണിറ്റ് കൊടുത്തത്. ജൂൾ നിയമം, ഊർജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചു. പ്രവൃത്തി, ഊർജം എന്നിവയുടെ യൂണിറ്റിന് ജൂൾ എന്ന നാമകരണം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ്. അപ്പൊ ജൂൾ എന്നത് പ്രവൃത്തിയുടെ മാത്രം യൂണിറ്റ് അല്ല, ഊർജത്തിന്റെയും യൂണിറ്റ് ജൂൾ എന്ന് തന്നെയാണ്. ഞാൻ ഇവിടെ ഒരു കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ഊത്താപ്ര ജൂൾ കേട്ടിട്ടുണ്ടോ? ഊത്താപ്ര ജൂൾ കേട്ടിട്ടുണ്ടാവും, ചിലർക്കൊക്കെ അറിയായിരിക്കും. അറിയാൻ പാടില്ലാത്തവരെ ഒന്ന് കേട്ടോ. അതായത് ഊർജം, ഊ ഫോർ ഊർജം, താ മീൻസ് താപം, പ്ര മീൻസ് പ്രവൃത്തി. ഇതിന്റെ മൂന്നിന്റെയും യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ ആയിരിക്കും. ഊത്താപ്ര ജൂൾ. 2 പ്രാവശ്യം പറഞ്ഞേ. ഊത്താപ്ര ജൂൾ, ഊത്താപ്ര ജൂൾ. അതായത് ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്, താപത്തിന്റെ യൂണിറ്റും ജൂൾ ആണ്, പ്രവൃത്തിയുടെ യൂണിറ്റും
ജൂളാണ്. അപ്പൊ 3 യൂണിറ്റ് നമ്മളിവിടെ പഠിച്ചു. ഇതെല്ലാം PSC പലതവണ ചോദിക്കാറുണ്ട്. താപനിലയല്ല, താപമാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. താപം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ജൂൾ എന്ന് പറയണം. താപനില എന്ന് ചോദിച്ചാൽ യൂണിറ്റ് മാറും, അത് കെൽവിൻ ആവും. ക്ലിയർ? അപ്പോ ഊത്താപ്ര ജൂൾ എന്ന് പറയുമ്പോൾ ഊർജത്തിന്റെയും താപത്തിന്റെയും പ്രവൃത്തിയുടെയും യൂണിറ്റ് ജൂളാണ്. താപനില എന്ന് ചോദിച്ചാൽ അത് കെൽവിനാണ്. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത കാര്യം നോക്കാം. ഒരു വസ്തുവിനെ ലംബമായി മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. W=mgh. അതായത് നമ്മൾ ഒരു വസ്തുവിനെ എടുത്തു പൊക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന വസ്തുവിനെ ഞാൻ എടുത്തു പൊക്കുകയാണ്. അപ്പൊ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഈ വസ്തുവിനെ താഴേക്ക് വലിക്കുന്ന ബലമാണ്. ഭൂമി എപ്പോഴും എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അപ്പോ ഏതൊരു വസ്തുവിനെയും നമ്മൾ എടുത്തു പൊക്കിയാലും എന്ത് വസ്തുവിനെയും ഭൂമി ഇങ്ങനെ താഴത്തോട്ട് ആകർഷിക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ഒരു ബലം കൊടുത്തു വേണം നമുക്ക് ഈ വസ്തുവിനെ മുകളിലേക്ക് പൊക്കിക്കൊണ്ടു പോകാനായിട്ട്. അപ്പോ അങ്ങനെ ആ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് W=mgh എന്ന് പറയുന്നത്. ഈ M എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ മാസ് ആയിരിക്കും. വസ്തുവിന്റെ മാസ് ആണ് M. അതുപോലെ G എന്ന് പറയുന്നത് ഗ്രാവിറ്റി ആയിരിക്കും. ദെൻ H എന്ന് പറയുന്നത് ഹൈറ്റ്, എത്രമാത്രം ഹൈറ്റിലേക്കാണ് നമ്മൾ അതിനെ ഉയർത്തുന്നത് എന്ന് മെൻഷൻ ചെയ്യുന്നതാണ് H. അപ്പോ ഈ ഇക്വേഷൻ ഓർത്തു വയ്ക്കുക. ഒരു വസ്തുവിനെ ലംബമായി, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ലംബമായിട്ട് മുകളിലേക്ക് പൊക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് സാധനം പൊങ്ങും. ഒരു പർട്ടിക്കുലർ വെയിറ്റ് ഉള്ള ഒരു വസ്തുവാണ്. അപ്പൊ അതിയുടെ മാസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഗ്രാവിറ്റിക്ക് എതിരെയാണ് നമ്മൾ പൊക്കിക്കൊണ്ട് പോകുന്നത്. അപ്പൊ G എന്ന ടേം വരണം. ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്കാണ് നമ്മൾ അതിനെ ഉയർത്തുന്നത്. അപ്പൊ H എന്നൊരു ടേമും അവിടെ വരും. അപ്പോ ഒരു വസ്തുവിനെ ലംബമായി മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് W=mgh. W=mgh. ഇതെന്താണ്? W=mgh എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിനെ ലംബമായി മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയാണ് W=mgh എന്ന് പറയുന്നത്. 100 ഗ്രാം മാസുള്ള, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ്. 100 ഗ്രാം മാസുള്ള ഒരു പുസ്തകം തറയിൽ നിന്ന് 1 മീറ്റർ ഉയരമുള്ള മേശപ്പുറത്തേക്ക് ഉയർത്തി വെക്കുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ പ്രയോഗിക്കുന്ന ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. ഇതും SCERTയിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ ഇവിടെ തന്നേക്കുന്ന മാസ് തന്നിട്ടുണ്ട്. ഒരു വസ്തു ഉണ്ട്, ആ വസ്തു ഇങ്ങനെ നിലത്തിരിക്കുന്ന ഒരു പുസ്തകം, തറയിൽ ഇരിക്കുന്ന ഒരു പുസ്തകം, അതിനെ ഞാൻ എടുത്ത് ഒരു മേശപ്പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഗുരുത്വാകർഷണ ബലത്തിന്, ഭൂമി അതിനെപ്പോഴും ഇങ്ങനെ താഴത്തേക്ക് വലിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനെതിരെയാണ് പ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ അതെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഇക്വേഷൻ എന്തായിരിക്കും? W=mgh എന്നുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ടാവുമല്ലോ 100 ഗ്രാം മാസുള്ള, അപ്പൊ മാസ് ഉണ്ട്, M=100 ഗ്രാം. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, മാസ് നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റണം. 100 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 1000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പൊ 100/1000 എന്ന് വരും. എന്ന് പറയുന്നത് എത്രയാണ്? 0.1 കിലോഗ്രാം എന്ന് നമുക്ക് മാസ് കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 1 മീറ്റർ ഉയരമുള്ള മേശപ്പുറത്തേക്ക് ഉയർത്തി വെക്കണം. അപ്പൊ എത്ര ഹൈറ്റിലേക്ക് പൊക്കണം? 1 മീറ്റർ. അപ്പൊ H എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. 1 മീറ്റർ ഹൈറ്റിലേക്കാണ് ഇതിനെ നമ്മൾ ഉയർത്താൻ പോകുന്നത്. പിന്നെ ഗ്രാവിറ്റിയുടെ വാല്യൂ എപ്പോഴും നമ്മൾ 10 m/s² എന്നാണ്. 10 അല്ലെങ്കിൽ 9.8 m/s² ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കട്ട് ഷോട്ട് ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ എപ്പോഴും 10 ആണ് മിക്ക കേസുകളിൽ നമുക്ക് എടുക്കേണ്ടി വരിക. അപ്പൊ നമുക്കിപ്പോ 3 വാല്യൂസും ഉണ്ട്, M ഉണ്ട്, H ഉണ്ട്, G ഉണ്ട്. ഇനി ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ W= എന്താണ്? mgh ആണ്. എമ്മിന്റെ വാല്യൂ എത്രയാണ്? 0.1. ജിയുടെ വാല്യൂ 10, ഹൈറ്റ് 1. അപ്പൊ ഇതിനെ ഗുണിക്കുമ്പോൾ എത്ര? 0.1 × 10 1 വരും. 1 × 1 1 ജൂൾ പ്രവൃത്തിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 1 ജൂൾ ആണ് ഇവിടെ ചെയ്ത പ്രവൃത്തി. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ ഓർത്തു വെക്കുക. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ. ഒരു ജൂളിന്റെ ഡെഫിനിഷൻ കണ്ടോ? നമ്മളിപ്പോ പ്രോബ്ലത്തിലൂടെ അത് കണ്ടുപിടിച്ചു. അപ്പൊ എന്താണ്? 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ. അപ്പൊ
ചിലപ്പോൾ നമുക്ക് തെറ്റിക്കാനായിട്ട് തരും. ഇവിടെ 100 ഗ്രാം എന്നുള്ളത് ചിലപ്പോൾ ഒന്നെങ്കിൽ ഓപ്ഷനിൽ 1000 ഗ്രാം എന്ന് തരും, അല്ലെങ്കിൽ 1 കിലോ എന്ന് തരും. അപ്പൊ അതൊന്നും കൺഫ്യൂഷൻ ആവരുത്. 1 ജൂൾ പ്രവൃത്തി എന്ന് പറയുന്നത് 100 ഗ്രാം മാസുള്ള വസ്തുവിനെയാണ്. 100 ഗ്രാം മാസുള്ള വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ എന്നത്. നിങ്ങൾ തിരിഞ്ഞു പോകരുത് കേട്ടോ. ഈ 100 ഗ്രാം എന്നുള്ളത് ഒത്തിരി പേർക്ക് മിസ്റ്റേക്ക് എപ്പോഴും സംഭവിക്കാറുള്ളതാണ്. ശ്രദ്ധിക്കുക, 100 ഗ്രാം മാസുള്ള വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ എന്നുള്ളത്. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാ പറഞ്ഞേ? ഒരു വസ്തുവിനെ ലംബമായി മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഇക്വേഷനാണ് W=mgh. അത് വെച്ച് നമ്മളൊരു പ്രോബ്ലം ചെയ്തു, SCRT നിന്നുള്ള പ്രോബ്ലമാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ചേർത്ത് 1 ജൂളിന്റെ ഡെഫിനേഷൻ പറഞ്ഞു. 1 ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര മാസുള്ള വസ്തുവിനെയായിരുന്നു? 100 ഗ്രാം. 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് എന്ത്? 1 ജൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിപ്പോ പറഞ്ഞു, ഒരു വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ ബലത്തിന്റെ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രവൃത്തി നടന്നതായിട്ട് പറയുന്നു. ഇനി ഒരു വസ്തു ഇങ്ങനെ ഇവിടെ ഇരിക്കണം. ഇതൊരു നിരപ്പായ തറയാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വസ്തു വെച്ചേക്കാണ്. എന്നിട്ട് ഞാൻ ഈ വസ്തുവിനെ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ വലിക്കുന്നു. അങ്ങനെ വലിക്കുമ്പോൾ ഈ വസ്തുവിന് ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയാണ് ഉണ്ടായത്. ഈ വസ്തു ഇങ്ങോട്ടേക്ക് നീങ്ങുന്നു. ഞാൻ ഇങ്ങനെ ഒരു ചെരിഞ്ഞാണ് ഇതിനെ വലിക്കുന്നത്. അപ്പൊ ഈ വസ്തു ഇങ്ങനെ നീങ്ങി വരുന്നു. അപ്പൊ നോക്കിക്കേ, ബലം ഞാൻ ഈ ഡയറക്ഷനിൽ കൊടുത്തു, അതിന്റെ സ്ഥാനാന്തരം ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ബലത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും ഇടയിൽ ഒരു കോൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ അവിടെ ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ബലത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും ഇടയിൽ ഒരു പർട്ടിക്കുലർ ആംഗിൾ, ഒരു കോൺ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ഇക്വേഷനിലേക്ക് ആ ആംഗിളും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓൾറെഡി നമുക്കറിയാം വർക്കിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ, തീറ്റ ആംഗിളിലാണ് ഫോഴ്സും അതിന്റെ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ വരുന്നത് തീറ്റയിലാണ് എങ്കിൽ നമ്മുടെ ഇക്വേഷനിലും ആ ഒരു ടേം കടന്നു വരും. അതിന്റെ കോസ് കമ്പോണന്റ് ആയിരിക്കും ഇക്വേഷനിലേക്ക് വരുന്നത്. അപ്പോൾ ആ കേസിൽ വർക്കിന്റെ ഇക്വേഷൻ FS കോസ് തീറ്റ ആയിരിക്കും. മനസ്സിലായോ? വസ്തുവിന്റെ ചലനദിശയുമായി ഒരു കോൺ ഉണ്ടാകത്തക്ക വിധമാണ് ബലം വസ്തുവിലേക്ക് പ്രയോഗിക്കുന്നത് എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ വർക്ക് ഇസ് ഈക്വൽ ടു FS കോസ് തീറ്റ ആയിരിക്കും. വർക്ക് ഇസ് ഈക്വൽ ടു FS എന്നൊരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും, ഓർമ്മയിലുണ്ടാവും. അപ്പോൾ ഇനി തീറ്റ ആംഗിൾ എന്നൊരു കാര്യം കൂടെ നമ്മുടെ ചോദ്യത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കേസിലെ വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ കോസ് കമ്പോണന്റ് FS കോസ് തീറ്റ എന്നുള്ളതായിരിക്കും നമ്മുടെ വർക്കിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് പ്രവൃത്തിയെ 3ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. 3ആയിട്ടാണ് അപ്പോൾ പ്രവൃത്തിയെ തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബലത്തിന്റെ സെയിം ദിശയിൽ, അതേ ദിശയിൽ തന്നെയാണ് സ്ഥാനാന്തരവും ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അവിടെ നമുക്ക് പോസിറ്റീവ് വർക്ക് എന്ന് പറയാം. ഇനി ബലവും സ്ഥാനാന്തരവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എങ്കിൽ, ബലം കൊടുക്കുന്ന ദിശയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെ നമുക്ക് നെഗറ്റീവ് വർക്ക് നടന്നു എന്ന് പറയാം. ഇനി നമ്മൾ ബലം അപ്ലൈ ചെയ്തിട്ട് അവിടെ ആ വസ്തുവിന് സ്ഥാനാന്തരം ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അവിടെ സീറോ വർക്ക് ആണ് നടന്നത് എന്ന് പറയാം. മനസ്സിലായോ? പ്രവൃത്തിയെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. നമ്മൾ ഒരു വസ്തുവിനെ തള്ളുകയാണ്. ആ വസ്തു തള്ളുമ്പോൾ ആ ബലം പ്രയോഗിച്ച അതേ ദിശയിൽ തന്നെ സ്ഥാനാന്തരം ഉണ്ടായി എങ്കിൽ, ബലത്തിന്റെ അതേ ദിശയിൽ തന്നെയാണ് സ്ഥാനാന്തരം ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അതിനെ പോസിറ്റീവ് വർക്ക് എന്ന് പറയും. ഇനി നമ്മൾ ബലം കൊടുക്കുമ്പോൾ ആ ബലത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഒരു പർട്ടിക്കുലർ ബലമുണ്ട്, ആ ബലത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ വസ്തുവിന് സ്ഥാനാന്തരം വന്നിരിക്കുന്നത് എങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവ് ആയിരിക്കും. സീറോ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബലം കൊടുക്കുമ്പോൾ വസ്തുവിന് അവിടെ സ്ഥാനാന്തരം ഒന്നും സംഭവിക്കുന്നില്ല എങ്കിൽ അത് സീറോ വർക്ക് ആയിരിക്കും. നമുക്ക് ഓരോ എക്സാമ്പിൾ ജസ്റ്റ് ഞാൻ പറയാം. ഇപ്പോ ഇതൊരു തൂണാണ്. ഈ തൂണ് ഒരാളിതാ ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് ഈ തൂണിലേക്ക് ഇങ്ങനെ തള്ളുകയാണ്.
ഈ തൂണ് ഇവിടുന്ന് മാറുമോ? ഇയാൾ ഒത്തിരി ബലം കൊടുക്കുന്നുണ്ട്, പക്ഷേ ഈ തൂണ് ഇവിടുന്ന് മാറുന്നുണ്ടോ? തൂണ് അവിടെ തന്നെ നിൽക്കും. അപ്പൊ ഈ കേസില് അയാള് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ഇതെന്തായിരിക്കും? സീറോ വർക്ക് നടന്നു എന്ന് പറയാം. ഇനി നിങ്ങൾ നോക്കുക, ഒരാള്, ഇതൊരു നിരപ്പായ തറയാണ്, നിരപ്പായ തറയില് ഒരാളിങ്ങനെ നിൽക്കുകയാണ്. നിരപ്പായ തറയിൽ ഒരാൾ നിൽക്കുന്നു. ഇയാളുടെ തലയിൽ ഒരു ചുമട് വെച്ചിട്ടുണ്ട്. ഇയാളിങ്ങനെ തലയിൽ ചുമട് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ നിരപ്പായ തറയിലൂടെ തലയിൽ ഒരാൾ ഭാരമായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ എന്താ, ഇയാൾ ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു, തലയിൽ ഒരു ചുമടുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അയാൾ പ്രവൃത്തി ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ ഇവിടെ പ്രവൃത്തി ചെയ്യുന്നില്ല. കാരണം ഇയാൾ കൊടുക്കുന്ന ബലം എങ്ങനെയാന്ന് നോക്കിക്കേ. ഈ വസ്തുവിനെ ഇയാൾക്ക് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി പിടിക്കണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണല്ലോ അയാൾ ബലം കൊടുക്കുന്നത്. അപ്പൊ ഈ ബലം എന്ന് പറയുന്നത് ഇയാൾ എങ്ങോട്ടേക്കാ കൊടുത്തേക്കുന്നതെന്ന് നോക്കിക്കേ, മുകളിലേക്കാണ് ബലം കൊടുത്തേക്കുന്നത്. പക്ഷേ വസ്തു മേളിലേക്ക് പൊങ്ങി പോകുന്നുണ്ടോ? ഇല്ല. ഇയാളുടെ മൂവ്മെന്റ് എങ്ങനെയാ? ഇയാൾ ഇങ്ങനെയാ നടക്കുന്നത്. അപ്പൊ ഈ വസ്തുവിന്റെ മൂവ്മെന്റ് എങ്ങനെയാ? വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇതാ ഇങ്ങനെയാണല്ലോ. ബലം ഇങ്ങോട്ടും ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടേക്കുമാണ്. അപ്പൊ ബലത്തിന്റെ ഡയറക്ഷനിലാണോ സ്ഥാനാന്തരം ഉണ്ടായിരിക്കുന്നത്? അല്ല. അപ്പോ ഇങ്ങനെ വരുന്ന കേസിൽ വർക്ക് സീറോ ആയിരിക്കും. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇയാള് ബലം കൊടുത്തിരിക്കുന്ന അപ്വേർഡ് ഡയറക്ഷനിലാണ്. ഈ വസ്തു ഉയർത്തിപ്പിടിക്കുക എന്നൊരു ജോലി ഇയാൾക്കുണ്ട്. അപ്പൊ അയാള് രണ്ട് കൈകൾ കൊണ്ട് ഈ ചുമട് ഇങ്ങനെ പൊക്കി പിടിച്ചേക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അയാൾ ബലം കൊടുത്തേക്കുന്നതുകൊണ്ട് ബലം അപ്വേർഡ് ഡയറക്ഷനിലാണ്. പക്ഷെ വസ്തു മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ ഒന്ന് നോക്കിക്കേ, 90 ഡിഗ്രിയാണ് ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ വരുന്നത്. അപ്പൊ നമുക്കറിയാം ആംഗിൾ വന്നു കഴിഞ്ഞാൽ W=Fs cos θ ആണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ തീറ്റയുടെ വാല്യൂ 90, കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ Fs × 0 എന്ന് പറയുമ്പോൾ അവിടെയും നമുക്ക് 0 വരും. അപ്പോഴും നമുക്ക് 0 ആണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്തു വയ്ക്കാം, ബലത്തിന്റെ അതേ ഡയറക്ഷനിലല്ല ഇവിടെ സ്ഥാനാന്തരം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ 0 വർക്കാണ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പോൾ സീറോ വർക്കിന്റെ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു. ഒരാൾ ഭിത്തി തള്ളാൻ ശ്രമിക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അവിടെ എന്താണ് നടക്കുന്ന? ബലം ഏത് ഡയറക്ഷനിലാണ്? സ്ഥാനാന്തരം എങ്ങനെയാണ്? സ്ഥാനാന്തരം 0 എങ്കിൽ, അല്ലെങ്കിൽ സ്ഥാനാന്തരം ഉണ്ടായിട്ടില്ല എങ്കിൽ എന്തായിരിക്കും? അവിടെ വർക്ക് 0 ആയിരിക്കും. ഇനി ബലം കൊടുത്തു, സ്ഥാനാന്തരം ഉണ്ടായി, പക്ഷെ സ്ഥാനാന്തരത്തിന്റെയും ബലത്തിന്റെയും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അവിടെയും വർക്ക് 0 ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പോസിറ്റീവ് വർക്കിന് ഒരു ഉദാഹരണം നോക്കാം. ഇതൊരു കിണറാണ്. ഈ കിണറിൽ നിറച്ചു വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ ഒരാള് ഈ കിണറിൽ നിന്നും വെള്ളം കോരാൻ പോവുകയാണ്. വെള്ളം കോരാനായിട്ട് അയാൾക്ക് ഇവിടെ കപ്പിയൊന്നുമില്ല, ഒരു ബക്കറ്റും ഒരു കയറും ഉണ്ട്. അപ്പൊ അയാള് ആ ബക്കറ്റും കയറും കൂടെ ഇട്ടിട്ട് വെള്ളം കോരുകയാണ്. വെള്ളം കോരുമ്പോ ഈ എങ്ങനെയായിരിക്കും ഇയാൾ വലിക്കുന്നത്? ഈ കയർ ഇങ്ങനെ മേളിലേക്കായിരിക്കും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, കപ്പി ഇല്ലാത്ത ഒരു കിണറാണ്. അപ്പോൾ അവിടെ ഈ ബക്കറ്റിൽ വെള്ളം മുകളിലേക്ക് വരണമെങ്കിൽ ഈ കയറിന് ഇങ്ങനെ മുകളിലേക്ക് അയാൾ വലിക്കണമല്ലോ. അങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഈ ബക്കറ്റ് എന്തായിരിക്കും? ബക്കറ്റ് ഇങ്ങനെ മേളിലേക്ക് പോരും. അതായത് ഇവിടെ ബലത്തിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് ഈ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായത്. കിണറിൽ നിന്നും കപ്പിയില്ലാതെ വെള്ളം കോരുന്ന സന്ദർഭത്തിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. നോക്കിക്കേ, ഒന്നുകൂടെ പറയാം. ഇവിടെ കപ്പിയില്ലാതെ അത് വലിക്കുമ്പോൾ, ഈ കയറ് മേളിലേക്ക് വലിക്കുമ്പോൾ ബലത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്കാണ്. മുകളിലേക്ക് വലിക്കുമ്പോൾ ഈ ബക്കറ്റ് പൊങ്ങി വരുന്നുണ്ട്. അപ്പോ ഇവിടെ ബക്കറ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും ബലത്തിന്റെ അതേ ഡയറക്ഷനിലായതുകൊണ്ട് ഈ കേസിൽ വർക്ക് പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ ഒരു കാര്യം ഇതിനോട് ചേർത്ത് പറയാം. ഈ ഒരു കേസിൽ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നോക്കിക്കേ, ഇപ്പൊ ഇയാൾ ഇങ്ങനെ മുകളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്, ബക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. ഈ സമയത്തൊക്കെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഈ വസ്തുവിനെ താഴത്തേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗുരുത്വാകർഷണ ബലം എങ്ങോട്ടേക്കാണ്? എപ്പോഴും താഴത്തോട്ടാണ്. അപ്പൊ ഇങ്ങനെ താഴത്തോട്ട് ഇതിനെ വലിക്കുമ്പോൾ ബലത്തിന്റെ ഡയറക്ഷൻ, ഇവിടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ ഡയറക്ഷൻ താഴോട്ടാണ്. പക്ഷേ അയാൾ കൊടുക്കുന്ന ഫോഴ്സ് കൂടുതലുള്ളത് കൊണ്ട് ബക്കറ്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാണ്? മുകളിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ ബലത്തിന്റെ എതിർ ദിശയിലാണ് ഇവിടെ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് അവിടെ വരുന്ന വർക്ക് നെഗറ്റീവ് വർക്ക് ആയിരിക്കും. ക്ലിയർ ആയോ? ഒരാള് കിണറിൽ നിന്നും കപ്പിയില്ലാതെ വെള്ളം കോരുകയാണ് എങ്കിൽ അവിടെ അയാൾ ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഇതേ കേസ് തന്നെ
കപ്പിയുള്ള ഒരു കിണറിൽ വെള്ളം കോരുമ്പോൾ എങ്ങനെയാണ് വർക്ക് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കിണറുണ്ട്, കിണറിൽ നിറച്ച് വെള്ളം, ഇയാള് ബക്കറ്റിൽ വെള്ളം കോരാൻ പോവുകയാണ്. അപ്പൊ ഈ ബക്കറ്റ്, ഇവിടെ ഒരു കപ്പിയുണ്ട്, ഈ കപ്പി വഴിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇയാള് വലിക്കുന്നത്. അപ്പൊ നോക്കുക, ഇനി ഇവിടെ നിന്ന് ഒരാള് വെള്ളം കോരുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. ഇവിടെ നിൽക്കുന്നയാള് ഈ കയറിന് ഇങ്ങോട്ടേക്കാണ് വലിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഇയാളുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ വരുന്നത് എങ്ങോട്ടാ? താഴത്തോട്ടാണ്. ഇയാൾ താഴത്തേക്കാണ് ഇതിനിങ്ങനെ വലിക്കുന്നത്. പക്ഷെ ബക്കറ്റ് എന്ത് ചെയ്യുന്നു? ബക്കറ്റ് മുകളിലേക്ക് പൊങ്ങി വരുന്നു. അപ്പൊ അയാളുടെ ബലത്തിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? താഴത്തോട്ടാണ്. നിങ്ങൾ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക, ആ ഒരു വ്യക്തി കപ്പി ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യുന്നതായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ ആ ബലം കൊടുക്കുന്ന കൈ കൊണ്ട് ഇങ്ങനെ ആ കയറയിൽ വലിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ബലം കൊടുക്കുന്നത്? താഴത്തോട്ടല്ലേ വലിക്കുന്നത്. അപ്പോൾ ആ ബലത്തിന്റെ ഡയറക്ഷൻ താഴത്തോട്ടാണ്. പക്ഷെ നമ്മുടെ ബക്കറ്റിന്റെ സ്ഥാനാന്തരം എങ്ങോട്ടേക്കാണ്? മുകളിലേക്കാണ്. ബക്കറ്റ് മുകളിലേക്ക് പൊങ്ങി വരുന്നു. അപ്പൊ ഈ കേസില് എന്താണ്? ബലത്തിന്റെ എതിർ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് വർക്ക് ആയിരിക്കും. രണ്ട് കേസ്, കിണറിന്റെ തന്നെ കേസ് രണ്ട് രീതി പറയുമ്പോഴും രണ്ട് വർക്കാണ്. കപ്പി ഇല്ലാതെ വെള്ളം കോരുമ്പോൾ പോസിറ്റീവ് വർക്കും, കപ്പി ഉപയോഗിച്ച് വെള്ളം കോരുമ്പോൾ നെഗറ്റീവ് വർക്കുമായിരിക്കും. ഈ കപ്പിയുള്ള കേസിലും ഗുരുത്വാകർഷണ ബലത്തിന്റെ മാറ്റമൊന്നുമില്ല. ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്ത് തന്നെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം ഗുരുത്വാകർഷണ ബലം താഴത്തോട്ടാണല്ലോ. എപ്പോഴും ഈ ബക്കറ്റിന്റെ ഇതിങ്ങനെ താഴത്തേക്ക് വലിക്കാൻ നോക്കും. പക്ഷെ ബക്കറ്റ് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകുന്നു. ബലത്തിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വന്നേക്കുന്നത് കൊണ്ട് ഇവിടെ വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെ ആയിരിക്കും. അപ്പൊ മൂന്ന് പ്രവൃത്തി നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് വർക്ക് പറഞ്ഞു, നെഗറ്റീവ് വർക്ക് പറഞ്ഞു, സീറോ വർക്ക് പറഞ്ഞു. അപ്പൊ പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബലത്തിന്റെ അതേ ദിശയിൽ തന്നെ സ്ഥാനാന്തരം ഉണ്ടായാൽ അവിടെ പോസിറ്റീവ് വർക്ക് ആയിരിക്കും. ബലത്തിന്റെ ഓപ്പോസിറ്റ് ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായാൽ നെഗറ്റീവ് വർക്കും. ഇനി ബലം കൊടുക്കുമ്പോൾ അവിടെ സ്ഥാനാന്തരം ഒന്നും ഉണ്ടായില്ല എങ്കിൽ അത് സീറോ വർക്കുമായിരിക്കും. അല്ല എങ്കിൽ ബലത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ അവിടെയും വർക്ക് സീറോ ആയിരിക്കും. ഇനി ഈ ഇക്വേഷനിൽ തീറ്റയുടെ വാല്യൂസ് വെച്ച് എങ്ങനെ ഡബ്ല്യുവിന്റെ പോസിറ്റീവ് വർക്ക് നെഗറ്റീവ് വർക്ക് വരുന്ന കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ നമുക്കറിയാം ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ എന്നാണ്. ഈ ആംഗിളിന്റെ വാല്യൂസ് വേരി ചെയ്യുന്നതനുസരിച്ച്, അതായത് തീറ്റയുടെ വാല്യൂ 0ക്കും 90 ഡിഗ്രിക്കും ഇടയിലാണ് എങ്കിൽ വർക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി ആംഗിൾ വാല്യൂ 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയിലാണ് എങ്കിൽ വർക്ക് നെഗറ്റീവ് ആയിരിക്കും. ആംഗിൾ 90 ഡിഗ്രി ആണ് എങ്കിൽ വർക്ക് സീറോ ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും സീറോ വർക്കും ആവാനുള്ള കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ബലത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും കേസിൽ വെച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഈ ഒരു ആംഗിൾ വെച്ചിട്ടുള്ള കേസിൽ നമ്മൾ പറഞ്ഞു. രണ്ടും ഒന്ന് ഓർത്തു വെക്കുക. തീറ്റയുടെ വാല്യൂ 0ക്കും 90ക്കും ഇടയിലാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. 90ക്കും 180ക്കും ഇടയിലാണെങ്കിൽ നെഗറ്റീവ് വർക്ക് ആയിരിക്കും. 90 ഡിഗ്രി ആണെങ്കിൽ വർക്ക് സീറോ ആയിരിക്കും. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. അപ്പൊ പറഞ്ഞത് തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം. ബലവും സ്ഥാനാന്തരവും ഒരേ ദിശയിലായാൽ എന്തായിരിക്കും? ഒരേ ദിശയിലായാൽ പോസിറ്റീവ് വർക്ക് എന്ന് പറയുന്നു. ഇനി ബലവും സ്ഥാനാന്തരവും എതിർ ദിശയിലായാലോ? എതിർ ദിശയിലായാൽ അതിനെ നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നു. ഇനി ഒരു വ്യക്തി ഒരു വസ്തു തള്ളുമ്പോൾ ആ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകുന്നില്ല എങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തി എത്രയായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു 0 എന്ന് വരും. അപ്പോഴും പ്രവൃത്തി 0 അതുപോലെ ബലത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും ഇടയിലെ കോണളവ് 90 ഡിഗ്രി ആണെങ്കിലും പ്രവൃത്തി 0 ആയിരിക്കും. അത് നമ്മൾ കുറച്ചു മുമ്പ് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞതാണ്. ഇനി തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ബലം ചെയ്ത പ്രവൃത്തി, അതിപ്പോ നമ്മൾ പറഞ്ഞ അത് തന്നെയാണ്. ഇതിന്റെ കൂടെ ഒരു പോയിന്റും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് അവിടെ ആഡ് ചെയ്തത്. നോക്കുക, അത് തറയിലിരിക്കുന്ന ഒരു വസ്തു ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ വസ്തുവിനെ ഞാൻ ഇങ്ങോട്ട് വലിക്കുന്നു. അപ്പോൾ ഇതേ ഡയറക്ഷനിൽ ഈ വസ്തു ഇങ്ങ് മൂവ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത ബലം, ആ ബലത്തിൽ വന്നിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്ന ആ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്കറിയാം എപ്പോഴും കർഷണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തുന്ന, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഒരു ഫോഴ്സ് ആണ് ഘർഷണ ബലം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ വസ്തു ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഈ തറ എന്ത് ചെയ്യും? ഇതിന്റെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് ഒരു ബലം കൊടുക്കും. ആ ബലം എന്ന് പറയുന്നത് അതിന്റെ മൂവ്മെന്റിന്റെ എതിർ ദിശയിലായിരിക്കും. അപ്പൊ വസ്തു ഇങ്ങോട്ട് മൂവ് ചെയ്താൽ അതിന്റെ കർഷണ ബലം ദാ ഇങ്ങനെയായിരിക്കും. കർഷണ ബലം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പൊ വസ്തു ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ കർഷണ ബലം ദാ ഈ ഡയറക്ഷനിലായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ കർഷണ ബലത്തിനെ വെച്ച് നോക്കുമ്പോൾ വസ്തു എങ്ങനെയാണ്? വസ്തു ദാ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാണ്, കർഷണ ബലം ഇങ്ങോട്ടേക്കുമാണ്. അപ്പൊ കർഷണ ബലം ചെയ്ത പ്രവൃത്തി ചോദിച്ചാൽ അതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതാണ് തറ പ്രയോഗിച്ച കർഷണ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവ് എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് ഒരു വസ്തു തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഈ വസ്തുവിനെ ഞാൻ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഞാൻ വലിച്ച അതേ ഡയറക്ഷനിലെ വസ്തു വന്നേക്കുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ബലം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ കർഷണബലം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് എന്തായിരിക്കും? കർഷണബലം വസ്തുവിനെ ഇങ്ങോട്ടേക്ക് തള്ളാനാണ് ശ്രമിച്ചേക്കുന്നത്. ഈ ഡയറക്ഷൻ കണ്ടു, ഇങ്ങോട്ടേക്കാണ് കർഷണബലം കൊടുക്കുന്നത്. പക്ഷേ വസ്തു എന്ത് ചെയ്യാണ്? വസ്തു ഇങ്ങോട്ടേക്ക് തന്നെ മൂവ് ചെയ്യാണ്. അപ്പൊ കർഷണബലത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് വസ്തു മൂവ് ചെയ്തേക്കുന്നത് കൊണ്ട് ആ ബലം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഒരു ഉദാഹരണം കൂടെ നോക്കാം. ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവ് ആയിരിക്കും. നോക്കിക്കേ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതാ ഇതാണ് വസ്തു, ഇതിനെ ഞാൻ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടുക. വസ്തു ഇങ്ങനെ താഴത്തേക്ക് ചാടുകയാണ്. അപ്പോ ഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തിയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഏത് ബലമാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഗുരുത്വാകർഷണ ബലമാണ്. അപ്പൊ ഗുരുത്വാകർഷണ ബലം എപ്പോഴും എങ്ങനെയാണ്? ഇങ്ങനെ താഴത്തേക്കാണ് വസ്തുക്കളെ വലിക്കുന്നത്. അപ്പൊ വസ്തുവിന്റെ സ്ഥാനാന്തരവും താഴത്തേക്ക് വന്നു, ആ ബലത്തിന്റെ ഡയറക്ഷനും എങ്ങോട്ട് വന്നു? താഴത്തോട്ട് തന്നെ വന്നു. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിൽ വന്നേക്കുന്നത് കൊണ്ട് ഒരു വസ്തു താഴത്തേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് വരും. ഇനി ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയായിരിക്കും? നോക്കിക്കേ, ഇതാണ് ഒരു വസ്തു. ഈ വസ്തുവിനെ ഞാൻ ഉയർത്തുകയാണ്. ഉയർത്തുമ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ മുകളിലേക്കാണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഗുരുത്വാകർഷണ ബലം എപ്പോഴും താഴത്തേക്ക് തന്നെയായിരിക്കും. ഏത് കേസിലും ഗുരുത്വാകർഷണ ബലം താഴത്തേക്കാണ്. പക്ഷെ ഇവിടെ വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം വന്നിരിക്കുന്നത് മുകളിലേക്കാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ മാക്സിമം എക്സാമ്പിൾസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വസ്തു താഴത്തേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവ് ആയിരിക്കും. വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവ് ആയിരിക്കും. ഇതൊന്നും ബൈഹേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം എഴുതിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് +2 ലെവലിലൊക്കെയാണ് ഇത് വരാറുള്ളൂ സാധാരണ. എങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. പ്രവൃത്തിയുടെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് ml² T⁻⁻2 ആണ്. ഇതെങ്ങനെയാണ് വന്നേക്കുന്നതെന്നുള്ള കാര്യം പറയാം. ഇതിങ്ങനെ ബൈഹേർട്ട് ചെയ്യാൻ പറ്റുന്നവർ ബൈഹേർട്ട് ചെയ്തോളൂ. ഇത് സിമ്പിൾ ആണ് വരുന്നത്. നമുക്കറിയാം പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് W എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് ഈ ഡയമെൻഷൻ ഫോർമുല എഴുതുന്നത് അതിലെപ്പോഴും 3 ടേംസ് ആണ് കാണുള്ളൂ. M/L/T. M എന്ന് പറയുന്നത് മാസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും വെയിറ്റോ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ M വെച്ച് ഡിനോട്ട് ചെയ്യും. L എന്ന് പറയുന്നത് അവിടെ മീറ്ററിൽ എന്തെങ്കിലും കാര്യങ്ങൾ ലെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് അവിടെ L. T എന്ന് പറയുന്നത് ടൈമിനെയും കാണിക്കുന്നു. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് പ്രവൃത്തിയുടെ ഡയമെൻഷൻ. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രവൃത്തിയുടെ ഇക്വേഷൻ ആദ്യം എഴുതും. W=F×S എന്ന് എഴുതി. ഇനി നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാലോ. മാക്സിമം ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് ഡയമെൻഷൻ ഫോർമുല എഴുതാനായിട്ട്. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ, സ്മോൾ ലെറ്റർ M ഇൻറ്റു ആക്സിലറേഷൻ. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും യൂണിറ്റ് എഴുതാം. മാസിനെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് മാസിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആണ്. ആക്സിലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആക്സിലറേഷന്റെ യൂണിറ്റ് നമുക്കറിയാം. m/s² ആണ് എന്ത്? ആക്സിലറേഷന്റെ യൂണിറ്റ്. ഈ M എന്ന് പറയുന്ന മീറ്റർ ആണ്. അത് ലെങ്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ ആണ് എന്ത്? L.
ഇനി എസ് എന്ന് പറഞ്ഞാൽ ടൈം ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ ആണ് ക്യാപിറ്റൽ ടി. അപ്പൊ L/T² എന്നായിരിക്കും ആക്സിലറേഷന്റെ ഡയമെൻഷൻ ഫോർമുല. ഇനി അടുത്ത ടൈം എന്താ? എസ് എന്ന് പറഞ്ഞാൽ അതെന്താ? അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, അത് ദൂരമാണ്. അപ്പൊ നമ്മൾ അത് മീറ്ററിലാണ് പറയുന്നത്. മീറ്ററിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് അവിടെ L ആണ് അതിന്റെ ഡയമെൻഷൻ ഫോർമുല. അപ്പൊ ഇത് മൂന്നിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ ഫോർമുല നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ഇതിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. അപ്പൊ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ എം വന്നു, എയുടെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് L/T² വന്നു. ഇനി എസിന്റെ ഡയമെൻഷൻ ഫോർമുല L വന്നു. ഇനി ഇതിനങ്ങ് ജസ്റ്റ് എഴുതിയാൽ മതി. നോക്കിക്കേ, L എന്ന് പറയുന്നത് L²/T². ഇനി ഇതെന്ത് വരും? T² മുകളിലേക്ക് വരുമ്പോൾ T⁻² എന്ന് വരും. ML² T⁻². എന്നിട്ട് ഇതിങ്ങനെ എഴുതുക. ഇതാണ് ഡയമെൻഷണൽ ഫോർമുലയുടെ ഇക്വേഷൻ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട രീതി ഞാൻ നിങ്ങൾക്ക് എക്സാം ഹോളിൽ എങ്ങനെ സംശയം തോന്നിയാലോ എന്ന് വിചാരിച്ചൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇതിങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ഇക്വേഷൻ അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഡയമെൻഷൻ ഫോർമുല ഓർത്തു വെക്കാൻ എളുപ്പമാണ്. അപ്പൊ പ്രവൃത്തിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ML² T⁻² ആയിരിക്കും. ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് കൊടുക്കുക. ഇനി പ്രവൃത്തി ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ചില കൺവേർഷൻസ്, ഇത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഒന്ന് നോക്കി വെച്ചേക്കുക. 1 കിലോ ജൂൾ എന്ന് പറയുന്നത് 1000 ജൂൾ ആയിരിക്കും. ഈ കിലോ ചേർത്ത് എന്ത് വന്നാലും നമുക്ക് അവിടെ 1000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കിലോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 1000 ആണ്. അപ്പൊ 1 കിലോ ജൂൾ എന്ന് പറഞ്ഞാല് അത് എത്ര ജൂളാണ്? 1000 ജൂൾ. 1 ജൂൾ എന്ന് പറഞ്ഞാല് അതെന്താണ്? 1 ന്യൂട്ടൺ മീറ്റർ ആണ് 1 ജൂൾ എന്ന് പറയുന്നത്. 1 ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 1 വാട്ട് ആണ്. ഒരു കുതിരശക്തി, ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. കാരണം ഇവിടെയും കിലോ വന്നപ്പോൾ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. കിലോയ്ക്ക് 1000 എന്ന് കൊടുത്തേ. അപ്പൊ 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. അപ്പൊ ഈ ഒരു കൺവേർഷൻസ് നിങ്ങൾ നോക്കി വെച്ചേക്കാം. 1 കിലോ ജൂൾ 1000 ജൂൾ, 1 ജൂൾ 1 ന്യൂട്ടൺ മീറ്റർ, 1 ജൂൾ പെർ സെക്കൻഡ് 1 വാട്ട്, ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ട്, 1 കിലോ വാട്ട് 1000 വാട്ട്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതൊന്ന് നോക്കി വെച്ചേക്കാം. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്, അല്ലെങ്കിൽ 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട് ആണ്. അപ്പൊ ഇത്രയും കൺവേർഷൻസ് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും നോക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോൾ രൂപത്തിൽ നമ്മൾ ചോദ്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. PSC വോയേജർ എന്നതാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ പേര്. അപ്പൊ എല്ലാവരും ക്ലാസ് കണ്ടതിന് ശേഷം PSC വോയേജർ എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ഈ ചോദ്യങ്ങളൊന്നും പോൾ രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഹൃദിസ്ഥമാക്കുവാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകണം. നമ്മുടെ ചാനലിൽ PYQ സീരീസ് റണ്ണിംഗ് ആണ്. മാത്സ്, മലയാളം, ഇംഗ്ലീഷുമായിട്ട് റിലേറ്റ് ചെയ്ത മുൻകാല ചോദ്യങ്ങൾ കോർത്തിണക്കി ഒരു PYQ സീരീസ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ റണ്ണിംഗ് ആണ്. അപ്പൊ അതും നിങ്ങൾ കാണുക. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ഹോട്ട് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്